ശ്രീകുമാർ മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീകുമാർ, ഇതിപ്പോൾ വലിയ പ്രതിസന്ധിയിലാണോ ഹൈക്കമാൻഡ്? ശശി തരൂരിനെതിരെ നടപടിയെടുക്കാനും പറ്റുന്നില്ല, ശശി തരൂരിനെ നിലയ്ക്ക് നിർത്താനും പറ്റുന്നില്ല. അങ്ങനെയൊരു ദുരവസ്ഥയിലാണോ ഹൈക്കമാൻഡ്? അല്ല, ഇത് ഹൈക്കമാൻഡിന്റെ ദുരവസ്ഥ എന്ന് പറയുന്നത് എന്റെ കാര്യത്തിലാണ്. കാരണം ശശി തരൂര് അദ്ദേഹം പാർട്ടിയുടെ നിലപാടുകൾക്കെതിരായിട്ട് തുടങ്ങിയിട്ട് കുറെ കാലമായി. അദ്ദേഹം AICC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന് മത്സരിക്കാനുള്ള രാഷ്ട്രീയമായ ഒരു യോഗ്യത ഇല്ല എന്ന് പറഞ്ഞൊരാളാണ് ഞാൻ. അപ്പൊ അന്ന് അത് മനസ്സിലാക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു കോൺഗ്രസിനോടുള്ള പ്രതിബദ്ധതയുള്ള ഒരു മുഖമാണ് ശശി തരൂർ എന്ന് എനിക്ക് തോന്നിയിരുന്നില്ല. അതുകൊണ്ട് പറഞ്ഞതാണ്. ഇപ്പോൾ അദ്ദേഹം കോൺഗ്രസിന്റെ പരമോന്നത സമിതിയിലെ അംഗമായിരുന്നുകൊണ്ട് അദ്ദേഹം വേറൊരു രാഷ്ട്രീയ കക്ഷിയെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് അദ്ദേഹം പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ എനിക്ക് പറക്കണമെങ്കിൽ ആരോടും ചോദിക്കണ്ട, അങ്ങനെ പറഞ്ഞു പൊക്കോട്ടെ, കുഴപ്പമില്ല, അതിൽ യാതൊരു തെറ്റുമില്ല. പക്ഷെ പാർട്ടി നിലപാടിനൊപ്പം നിൽക്കാത്ത ആളെ കുറിച്ച് ഇന്നലെ കോൺഗ്രസ് അധ്യക്ഷനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ എന്താണ്, ഞങ്ങളുടെ പാർട്ടിയാണ്, ആ പാർട്ടിയിലെ ചിലരിങ്ങനെ അഭിപ്രായം പറഞ്ഞാൽ അതെന്ത് ചെയ്യാനാണെന്ന്. അതാണല്ലോ, അതായത് ഞങ്ങൾക്ക് വലുത് പാർട്ടി തന്നെയാണ്, അല്ലെങ്കിൽ രാജ്യമാണ്, ക്ഷമിക്കണം, ഞങ്ങൾക്ക് വലുത് രാജ്യമാണ്, പക്ഷെ ചിലർക്കും വലുത് മോദിയാണ്, എന്ത് ചെയ്യാനാണ് എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. AICC അധ്യക്ഷന്റെ മറുപടി അങ്ങനെയാണോ? എന്ത് ചെയ്യാനാണ്, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്ന മറുപടി നൽകാനാണോ ഒരു AICC അധ്യക്ഷനുള്ളത്? അതായത് രാഷ്ട്രീയ കക്ഷിക്ക് ഏതെങ്കിലും ഒരു നേതാവിന് അഭിപ്രായ പ്രകടനം നടത്തിയതിന്റെ പേരിൽ നടപടിയെടുക്കാൻ പറ്റില്ല. അതിന് പ്രവർത്തക സമിതി യോഗം ചേർന്ന് അദ്ദേഹത്തിനോട് വിശദീകരണം ചോദിച്ച് അദ്ദേഹത്തിന്റെ മറുപടി ലഭിച്ച ശേഷം പാർട്ടിക്ക് 2 നടപടിയേ ഉള്ളൂ. അതിലൊന്ന് സസ്പെൻഡ് ചെയ്യുക, ഒന്ന് പുറത്താക്കാന്ന് മാത്രമേ ഉള്ളൂ. ഇത് ഈ 2 നടപടി എന്നുള്ളത് അത് പാർട്ടിയുടെ താക്കീത് അങ്ങനത്തെ കാര്യങ്ങളൊന്നും കോൺഗ്രസ് അങ്ങനെ ഉണ്ടാകാറില്ല. അപ്പൊ അതുകൊണ്ട് അതിനുള്ള നടപടി വേണ്ടി വരും. അത് ചോദ്യത്തിന് ഉത്തരമായി ശ്രീകുമാർ, ഇവിടെ ശശി തരൂരിനെ പോലെ ഇത്രമേൽ രാഷ്ട്രീയ എതിരാളികളെ പുകഴ്ത്തുന്ന മറ്റൊരാളും ഇപ്പോൾ ആ പാർട്ടിയിലില്ലല്ലോ. അവിടെ തുടർച്ചയായി മോദി സ്തുതികൾ ഉണ്ടാകുന്നു, അതിനെ കൃത്യമായി BJP ഉപയോഗിക്കുന്നു. അതിനുശേഷവും ശശി തരൂർ വിദേശയാത്ര നടത്തുന്നു, സർക്കാരിന് വേണ്ടി അവിടെ പാർട്ടിയെ അറിയിക്കുന്നു പോലുമില്ല. ഇങ്ങനെ ഒരു പ്രിവിലേജ് ശശി തരൂരിനല്ലാതെ ആർക്കെങ്കിലും ലഭിക്കുമോ? ശശി തരൂർ ആയതുകൊണ്ട് മാത്രമല്ലേ ഇപ്പോഴും ഈ പാർട്ടിയിൽ തുടരാൻ സാധിക്കുന്നത്? പ്രിവിലേജ് ഒന്നും അല്ലത്. ഒരാൾ അങ്ങനെ തീരുമാനിക്കുമ്പോൾ സാധാരണ രീതിയിൽ കോൺഗ്രസ് പ്രവർത്തകരുടെ ഒരു അഭിപ്രായം എന്ന് വെച്ചാൽ ശശി തരൂർ അങ്ങനെയാണെങ്കിൽ വർക്കിംഗ് കമ്മിറ്റി അംഗത്വം രാജിവെച്ചിട്ട് അദ്ദേഹം ആരെ വേണേ പ്രവർത്തിക്കോട്ടെ, അദ്ദേഹത്തെ കോൺഗ്രസ് ജയിപ്പിച്ചു MP ആക്കി, ജനങ്ങൾ ജയിപ്പിച്ചു കോൺഗ്രസിന്റെ MP ആക്കി എന്നുള്ള ഒരു സത്യയോടെ നിൽക്കുകയാണ്. അത് അദ്ദേഹത്തിന് അത് ഉൾക്കൊള്ളാൻ പറ്റിയിട്ട് അദ്ദേഹം കോൺഗ്രസിനോടൊപ്പം നിൽക്കുന്ന അദ്ദേഹം നിൽക്കട്ടെ. അതെല്ലാം എന്നെങ്കിൽ അദ്ദേഹം ചുരുങ്ങിയത് അദ്ദേഹം ചെയ്യേണ്ടത് എന്താ വെച്ചാല് ആ വർക്കിംഗ് കമ്മിറ്റിയിലെ അംഗത്വം അദ്ദേഹം രാജിവെച്ചിട്ട് അദ്ദേഹം ശരി, അത് തരൂരിന് രാജിവെക്കുക എന്ന് മാത്രമല്ലല്ലോ ഓപ്ഷൻ, തരൂരിനെ അതിൽ നിന്ന് പുറത്താക്കുക എന്നൊരു ഓപ്ഷൻ കൂടിയില്ലേ? അല്ല, അങ്ങനെ പുറത്താക്കാനുള്ള ഓപ്ഷൻ അല്ല. പുറത്താക്കുന്നെങ്കിൽ അദ്ദേഹത്തിന്റെ വിശദീകരണം, അദ്ദേഹം പറഞ്ഞല്ലോ, വിശദീകരണം ചോദിച്ചിട്ട് വർക്കിംഗ് കമ്മിറ്റി അംഗത്തെയൊക്കെ മാറ്റാൻ പറ്റുള്ളൂ. അങ്ങനെയൊന്നും ആവശ്യപ്പെട്ടിട്ട് പോലും ഇല്ലല്ലോ നിലവിൽ. അല്ലാതെ അങ്ങനെയല്ല, കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി ചേരുമ്പോഴാണ് ഈ കാര്യം ചർച്ച ചെയ്യുള്ളൂ. അത് കൃത്യമായിട്ട് നേതാക്കൾ പറഞ്ഞത്. അതായത് ശ്രീകുമാർ, അങ്ങനെ കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി ഇത്ര നാൾ കൂടുമ്പോൾ മാത്രമേ ചേരാവൂ, മറ്റു സമയത്തൊന്നും ചേരാൻ പാടില്ല എന്നൊന്നുമുള്ള ലിഖിത നിയമങ്ങളൊന്നുമില്ലല്ലോ. ഇത്രമേൽ വലിയ അച്ചടക്ക ലംഘനം നടത്തുന്നു, പാർട്ടി വിരുദ്ധത പുലർത്തുമ്പോൾ പ്രവർത്തക സമിതി ചേരണമെങ്കിൽ ചേരാം. അതൊക്കെ പുതിയ കാലഘട്ടമല്ലേ. പഴയതുപോലെ ഈ ഡൽഹിയിലേക്ക് നേരിട്ട് പോയി അവിടെ ഇരുന്ന് മുറിക്കുള്ളിൽ ചർച്ച ചെയ്യണമെന്നൊന്നുമില്ലല്ലോ. കാലം മാറിയില്ലേ. നേതാക്കൾക്ക് ആശയവിനിമയം നടത്തണമെങ്കിൽ എന്തെല്ലാം ടെക്നോളജി ഉണ്ട്. അതൊന്നും പ്രയോജനപ്പെടുത്താതെ ഇത്തരത്തിൽ ശശി തരൂരിന് നടക്കാൻ പറ്റുന്നുവെങ്കിൽ അത് പാർട്ടിക്ക് വലിയ പ്രതിസന്ധിയിൽ, അല്ലെങ്കിൽ പാർട്ടിക്കുണ്ടാകുന്ന ദുരവസ്ഥ തന്നെയല്ലേ? AICCയുടെ ഈ അടുത്ത കാലത്ത് ഉണ്ടായ നടപടിക്രമങ്ങളൊക്കെ നിങ്ങൾ സസൂക്ഷ്മം വീക്ഷിച്ചു കാണുമല്ലോ. അവരെന്ത് നിലപാടെടുക്കുകയാണെങ്കിലും കൃത്യമായിട്ട് ആലോചിച്ച് മാത്രമേ തീരുമാനം എടുക്കാറുള്ളൂ. ഇക്കാര്യത്തിൽ ശശി തരൂർ അദ്ദേഹം സ്വയം ഒരു തീരുമാനം ആദ്യം എടുക്കണം. അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗമാണ്, ഞാൻ ഈ സ്ഥാനത്ത് നിന്നത് പറയുന്നത് ശരിയല്ല, അതുകൊണ്ട് ഞാൻ ഒഴിയുന്നു എന്ന് അദ്ദേഹത്തിന് പറയാം. ഇത് അദ്ദേഹം ഒഴിയുന്നില്ല, അദ്ദേഹം ഞാൻ നിരന്തരം അസ്വസ്ഥ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് 100% സത്യമാണ്.
അദ്ദേഹത്തെ കോൺഗ്രസുകാരുടെ മനസ്സിൽ നിന്ന് ശശി തരൂര് ഒരു കോൺഗ്രസ് നേതാവല്ല, തർക്കം വേണ്ട. പക്ഷെ പാർട്ടിക്ക് ഒരു രീതിയുണ്ട്. ആ രീതിക്ക് എന്ന് വെച്ചാൽ നമ്മൾ യഥാപിടിയൊന്നും ഒരു പാർട്ടിയും ചെയ്യില്ല. ഒരു സമയം കൊടുക്കുന്നു. ആ സമയത്തിൽ ഇപ്പൊ വളരെ രൂക്ഷമായ രീതിയിലുള്ള പ്രതികരണം ഇപ്പൊ അദ്ദേഹം പറഞ്ഞ എന്താണ്, രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട് ഞാൻ ചില കാര്യങ്ങൾ പറയുന്നു, ഞാൻ പാർട്ടിക്കെതിരല്ല, ഞാൻ പാർട്ടിയിലാണ് എന്നൊക്കെ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നേരെ മറിച്ച് കോൺഗ്രസ് ഇക്കാര്യത്തിൽ എടുക്കുന്ന തീരുമാനം തെറ്റാണെന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല. ഞാൻ എന്റെ അഭിപ്രായം പറയുന്നു എന്ന് പറയുന്നത് തന്നെ ശരിയല്ല, അത് വേറെ വിഷയം. പക്ഷെ അതുകൊണ്ട് ആ ഒരു നേരെ മറിച്ച് അദ്ദേഹം പറയാണ് കോൺഗ്രസിന്റെ നിലപാടുകൾ ശരിയല്ല എന്ന് പറഞ്ഞാൽ ഇവിടെ നടപടി ഉണ്ടാവും. അതില്ലാത്രത്തോളം കാലം അദ്ദേഹത്തിന്റെ അവസരം കൊടുക്കുന്നു. തെറ്റ് തിരുത്താൻ ആർക്കും അവസരം കൊടുക്കണമല്ലോ. യഥാർത്ഥത്തിൽ താങ്കളുടെ ഒരു നിരീക്ഷണം എന്താണ്? അതായത് പാർട്ടി ഒരു നടപടി എടുക്കുകയാണെങ്കിൽ ആ നടപടിയുടെ പേരിൽ തനിക്ക് പാർട്ടിയിൽ നിന്ന് പോകാം, അല്ലെങ്കിൽ മറുഭാഗത്തോടൊപ്പം കൈകൊടുക്കാം, അങ്ങനെയൊക്കെയുള്ള ഒരു അവസരം കാത്തിരിക്കുകയാണോ ഈ ശശി തരൂർ? തീർച്ചയായിട്ടും അങ്ങനെയായിരിക്കും. കാരണം എന്താ വെച്ചാൽ പാർട്ടി പുറത്താക്കി കഴിഞ്ഞാൽ MP സ്ഥാനം സുരക്ഷിതമായിരിക്കും. അതുകൊണ്ടാണ് അതായിരിക്കും അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. അദ്ദേഹത്തെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞില്ല, കോൺഗ്രസിന്റെ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ശശി തരൂരിനെ കുറിച്ച് ആദ്യം ഉണ്ടായിരുന്ന ഒരു അഭിപ്രായം ഇന്നില്ല. സംശയമില്ലാത്ത കാര്യമാണത്. കാരണം അത് ഒരു പാർട്ടിയിൽ നിന്നുകൊണ്ട് വേറൊരു പാർട്ടിയുടെ പ്രധാനമന്ത്രിയും വേറൊരു പാർട്ടിയുടെയും മുഖ്യമന്ത്രിയും പോറ്റുന്ന ഒരാൾ. അദ്ദേഹം ഇന്നേ വരെ പറഞ്ഞോ കേരളത്തിലെ പ്രതിപക്ഷത്തിന്റെ പ്രവർത്തനം നല്ലതാണ്, അല്ലെങ്കിൽ കോൺഗ്രസ് അധ്യക്ഷന്റെ പ്രവർത്തനം നല്ലതാണ്, അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ നിലപാടുകൾ നല്ലതാണെന്ന് അദ്ദേഹം ഇതുവരെ പറഞ്ഞില്ലല്ലോ. അപ്പൊ അദ്ദേഹം ഒരു കോൺഗ്രസിനോട് യാതൊരു താല്പര്യവും ഇല്ലാത്തൊരു വ്യക്തിയാണ് കോൺഗ്രസ് പ്രവർത്തകർ നിരീക്ഷിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അദ്ദേഹം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒന്നുകിൽ ആ വർക്കിംഗ് കമ്മിറ്റി അംഗത്വം ഒഴിഞ്ഞു കൊടുത്തേക്കുക, കോൺഗ്രസ് ആയിട്ട് നിൽക്കാം, കോൺഗ്രസിന്റെ നേതാവായിട്ട് തുടരാം, കോൺഗ്രസ് MP ആയിട്ട് തുടരാം. അതല്ലാന്നുണ്ടെങ്കിൽ കേരളത്തിലല്ല കോൺഗ്രസ് പ്രവർത്തകരുടെ മനസ്സിലുള്ള ആഗ്രഹം നിങ്ങൾ പറഞ്ഞതുപോലെ എത്രയും പെട്ടെന്ന് വർക്കിംഗ് കമ്മിറ്റി യോഗം ചേർന്ന് ഇക്കാര്യത്തിൽ ഒരു ഉറച്ച തീരുമാനം എടുക്കണം എന്ന് തന്നെയാണ് കോൺഗ്രസ് പ്രവർത്തകരുടെ ആഗ്രഹം. പക്ഷേ പാർട്ടിക്ക് അതിൻ്റെതായ സമയക്രമമുണ്ട് എന്നുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. വളരെയധികം നന്ദി N. ശ്രീകുമാർ.